നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗസ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഗസ യുദ്ധം, ഇസ്രായേലിൻ്റെ ഗസയിലെ ആക്രമണം 80 ദിവസം പിന്നിടുകയാണ്. ഈ രീതിയിൽ യുദ്ധത്തിനൊരു പരിണിതി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ 81 ദിവസം കഴിയുമ്പോഴും ഇനി മാസങ്ങളോളം യുദ്ധം നീണ്ടു നിൽക്കുമെന്നൊക്കെ ഇസ്രായേൽ പറയുകയാണ്. അപ്പോൾ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിനോടൊപ്പം പ്രാർത്ഥിച്ച് ഇതിനൊരു വ്യാപ്തി ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ കൂടുതൽ രാജ്യങ്ങൾ, കൂടുതൽ പാർട്ടികൾ ഇതിനകത്ത് ഭാഗഭാക്കാവരുത്. അങ്ങനെ വരുമ്പോൾ അതൊരു മഹായുദ്ധത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ വരുമ്പോൾ സർവ്വവിനാശകാരിയായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ഇതുവരെ അങ്ങനെ ഒരു വിശാലമായ തലത്തിലേക്ക് യുദ്ധം പോകാതെ നിന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ചില ലക്ഷണങ്ങളും ചില സൂചനകളും, ആപൽക്കരമായ ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർമാരിൽ ഒരാളായ, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട തലവന്മാരിൽ ഒരാളായ റാസി മൂസവിയെ ഡമസ്കസിൽ വെച്ച് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിന് പ്രതികാരമുണ്ടാകും, ഉചിതമായ സമയത്ത് പ്രതികാരമുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇസ്രായേൽ എണ്ണിക്കാത്തിരുന്നോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഭീഷണിയും ഇതിനകം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അപ്പോൾ യുദ്ധം നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഒരു തലത്തിൽ നിന്ന് മാറി ഒരു പുതിയ ഡയമെൻഷനിലേക്ക്, കൂടുതൽ ആശങ്കകരമായൊരു തലത്തിലേക്ക് പോവുകയാണെന്നുള്ളത് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. സാർ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഇറാൻ ഇതുവരെ ഒരു ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരുന്നു. ഈ ഹിസ്ബുള്ളക്കും പിന്നെ ഹൂത്തികൾക്കൊക്കെ ആയുധം കൊടുക്കുന്ന ഇറാനാണെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇറാൻ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എത്ര വലിയൊരു വ്യാപ്തിയിലേക്ക് യുദ്ധം പോകാൻ സാധ്യതയുണ്ട്? നമുക്കിപ്പോൾ കണക്ക് കൂട്ടാൻ കഴിയുന്നതിലും വലിയ വ്യാപ്തിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഗസയ്ക്ക് നേരെയാണ്, അല്ലെങ്കിൽ പലസ്തീനിയൻ ജനതയ്ക്ക് നേരെയാണ് അവരുടെ യുദ്ധം എന്നുള്ളതാണ്. ആ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് ലക്ഷ്യങ്ങളാണല്ലോ ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവരുടെ ഈ യുദ്ധം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന് നേർക്കാണ് എന്ന് പറയേണ്ടി വരും. ലോകം മുഴുവനും ആഗ്രഹിക്കുന്നത് യുദ്ധം നിർത്തിക്കാണാനാണ്. അത് ഒരിക്കലും അതിരുവിട്ട് മറ്റൊരു യുദ്ധമായി പരിണമിക്കാതിരിക്കാൻ അമേരിക്കയടക്കം ആഗ്രഹിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നു. അതിനെല്ലാം എതിരെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധമെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇസ്രായേലി ജനതയ്ക്കെതിരെ തന്നെയാണ് ഇപ്പോൾ അവരുടെ യുദ്ധം. കാരണം ഇസ്രായേലി ജനതയാണ് ഈ യുദ്ധം ഇപ്പോൾ നിർത്തിക്കാണാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. കാരണം പല കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരുപാട് കാരണങ്ങൾ. ബന്ദികളുടെ അരക്ഷിതാവസ്ഥ ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും പലപ്പോഴും 2-3 പേരെ ഒക്കെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെടുക്കപ്പെടുന്നു. മറ്റുള്ളവരുടെ സ്ഥിതിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളുടെ വിലാപം, അതോടൊപ്പം തന്നെ സൈനികരുടെ ബന്ധുക്കളുടെ വിലാപം, ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതും നേരിട്ട് നമ്മൾ അറിയുന്നതുമായ പലതരം കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ യുദ്ധം ഇപ്പോൾ നിർത്തുക എന്ന ആവശ്യം ഏറ്റവും കൂടുതൽ ഉയരുന്നത് ഇസ്രായേലിൽ നിന്ന് തന്നെ ആയിരിക്കെ അതിന് തയ്യാറാകാതിരിക്കുന്ന ബെന്യാമിൻ നെതന്യാഹു യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലി ജനതയ്ക്ക് നേരെ തന്നെയാണ്. ആ നിലയ്ക്കുള്ള യുദ്ധം അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി പരിണമിക്കാൻ പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇറാൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടിയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഇറാൻ സൈനിക നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരൊറ്റ ബ്ലാസ്റ്റിനകത്ത് ഇസ്രായേലിനെ തീർക്കുമെന്ന്. അതൊക്കെ വീരവാദങ്ങളായി വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിച്ചേക്കും. പക്ഷേ അതിനേക്കാളുപരി ആ യുദ്ധത്തിന് നമുക്കൊരു കാണാപ്പുറങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇറാൻ്റെ അണു ബോംബ് ശക്തിയെക്കുറിച്ച് നമുക്ക് ഒന്നും തന്നെ അറിയില്ല. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൺവെൻഷണൽ വെപ്പൺസിൽ തന്നെ അവർക്ക് സാമാന്യം നല്ല നിലയിലുള്ള കരുത്ത് അവർക്കുണ്ട്. ഇസ്രായേലിനെ അപേക്ഷിച്ച് ഒരു 10-50 എയർക്രാഫ്റ്റിൻ്റെ കുറവുണ്ടാവും. അതായിരിക്കാം ഒരുപക്ഷെ ഒരു വ്യത്യാസം എന്നൊക്കെ പറയാവുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അവരുടെ ജനതയുടെ മുഴുവൻ പിന്തുണയുള്ള ഒരു സൈനിക ശക്തിയാണ് അവിടെയുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു പ്രകോപനം എന്ന് പറയുന്നത് തീർച്ചയായും കടുത്ത വില നൽകുന്ന, അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുന്ന ഒന്നായിരിക്കുമെന്ന് ഇസ്രായേൽ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ കൊലപാതകം എന്ന് പറയുന്നത്, ഈ റാസി മൂസവിയുടെ കൊലപാതകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടതേയല്ല. സൈനികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ ഒരു പരിണതിയായി ഉണ്ടായതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായതോ അല്ല. ഡമസ്കസിൽ, സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന മൂസവിയെ മിസൈൽ വർഷത്തിലൂടെ വധിക്കുകയാണ് ചെയ്യുന്നത്.
എന്താണത്? അദ്ദേഹം അവിടെ നയതന്ത്ര പരിരക്ഷയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, സൈനിക ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നയതന്ത്ര പാസ്പോർട്ടുണ്ട്, ബാക്കി എല്ലാ സുരക്ഷയുമുണ്ട്. അവിടെ ഈ പറയുന്ന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സിറിയയുടെ രക്ഷാ കവചം ഭേദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയെ തകർത്തുകൊണ്ട് ഭേദിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം എന്ന നിലയിൽ അതിനൊരുപാട് അർത്ഥങ്ങളാണുള്ളത്. അതിനോട് പ്രതികരിക്കാൻ ഇറാന് തീർച്ചയായിട്ടുമുള്ള അവകാശമുണ്ട്. ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഇറാനിയൻ വിദേശകാര്യമന്ത്രി നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ഈസ് ഫേസിങ് എ ടഫ് കൗണ്ട് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അത് സംഭവിച്ചുകൂടാകുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇസ്രായേൽ വലിയ വിലകൾ നൽകിയേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി മാസങ്ങൾ നീണ്ടാലും വർഷങ്ങൾ നീണ്ടാലും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല, ഞങ്ങളുടെ ലക്ഷ്യം കാണാതെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു മനുഷ്യൻ്റെ താല്പര്യപ്രകാരം മാത്രമാണ് എന്നതിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയേണ്ടി വരും. ജിംസ്, സാറ് പറഞ്ഞ പോലെ ഇതൊരു ടാർഗറ്റ് അറ്റാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസിം സുലൈമാനിക്ക് ശേഷം സ്കെച്ചിട്ട് വെച്ച ആളായിരുന്നു റാസിം മൂസവി എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു പ്രകോപനവും ഇല്ലാതെ റാസിം മൂസവിയെ കൊലപ്പെടുത്തുമ്പോൾ ഇറാന് മേൽ വലിയൊരു പ്രകോപനം ഇടുകയാണ് അമേരിക്ക. അപ്പോൾ ഈ ഗസ യുദ്ധത്തിൽ തന്നെ വലിയ തോതിൽ തിരിച്ചടിയേൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇറാനെതിരെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങാൻ ഒരുപക്ഷെ ഒരുങ്ങിക്കാണണം ഇസ്രായേൽ. അത് എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? അല്ല, ഒന്ന് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ്, ഇസ്രായേലിനത് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത യുദ്ധമാണ്. യുദ്ധത്തിൽ നമുക്ക് സൈനിക ശക്തിയുണ്ട്, നമ്മുടെ ആയുധശക്തി ഉണ്ടെന്നതിനപ്പുറം യുദ്ധം ജയിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയാണ്. ഇസ്രായേലിന് അതില്ല. അതുകൊണ്ടാണ് 20,000 മനുഷ്യരെ കൊന്നു കഴിഞ്ഞിട്ടും അവർ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അവരെ സ്ട്രാറ്റജി കുറേ അധികം മനുഷ്യരെ കൊല്ലുവാണോ, ആ ഗസയിൽ മുഴുവൻ ആളുകളെ കൊന്നു തീർക്കുവാണോ? ഈ ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ലല്ലോ. എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എന്താണ് പ്ലാൻ? ഇത്ര ആളുകളെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധം ജയിക്കുമെന്ന് വെച്ചാൽ അവർക്ക് മറുപടിയില്ല. അപ്പോൾ സ്ട്രാറ്റജി ഇല്ലാത്ത യുദ്ധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫ്രസ്ട്രേഷനാണ്. ആ ഫ്രസ്ട്രേഷൻ തന്നെയാണ് നമ്മളിപ്പോൾ സിറിയയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ റാസി മൂസവി അദ്ദേഹത്തെ കൊല്ലുന്നത്. അത് ഇറാൻ അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഇറാൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, കൃത്യം തക്കതായ സമയത്ത് തക്കതായ രീതിയിൽ ഞങ്ങൾ പ്രതികാരം ചെയ്തതാണ്. അതിനർത്ഥം നോ വെഞ്ചിയൻസ് എന്നാണ്. ഇപ്പോൾ തൽക്കാലം അതിനുള്ള പ്രതികാരമൊന്നുമില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അതിന് മുമ്പ് ഖാസിം സുലൈമാനെ കൊന്നപ്പോൾ അവർ പ്രതികാരത്തിന് പോയിട്ടൊന്നുമില്ല. അവർക്ക് സ്ട്രാറ്റജി ഉണ്ട്. സേഫ് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക, ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടി എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? അത് ഗസയിൽ ഇസ്രായേൽ സൈനികർ പോയിട്ട് അവിടെ കുറേ പേര് കൊന്നു, അതല്ല. ഇസ്രായേലിന് ഏറ്റവും വലിയ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് വന്നത് ഈ ഗ്ലോബൽ സപ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചത്? അവിടെയാണ് ഇറാൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഹമാസിനേക്കാൾ നിങ്ങൾ ഇറാൻ്റെ സ്ട്രാറ്റജി നോക്കുക. ഇറാൻ എന്താണ് ചെയ്തത്? ഹൂത്തികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെങ്കടലിൽ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം തീർത്തു. നമ്മൾ അത് ചെറുതായിട്ട് കാണരുത്. ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്തു, ആ കപ്പലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു, അതല്ല അവിടുത്തെ പ്രശ്നം. ചെങ്കടൽ എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്റർ ദീർഘത്തിൽ കിടക്കുന്ന ഒരു ചെറിയ ഗൾഫാണ്, ഒരു ഉൾക്കടലാണത്. നമ്മുടെ ഗ്ലോബൽ എക്കണോമിയുടെ ഏതാണ്ട് ഒരു 12% മൂവ് ചെയ്യുന്നതിലാണ്. ഗ്ലോബൽ എക്കണോമിയുടെ മൊത്തം ലോകത്തുള്ള ഫ്രൈറ്റ്, അതായത് കപ്പൽ നീക്കങ്ങളുടെ 30% അതിലൂടെ ആ 2000 കിലോമീറ്റർ, അതായത് 350 കിലോമീറ്റർ വീതി മാത്രമുള്ള ഒരു ഉൾക്കടലാണത്. അതിൻ്റെ ഒരറ്റത്താണ് ഈ പറയുന്ന സ്യൂസ് കനാലുള്ളത്. ഇപ്പോൾ മധ്യധരണിയായി നിന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഈ സ്യൂസ് കനാൽ വഴി ചെങ്കടലിലേക്ക് വരുന്ന കപ്പലുകൾ വീണ്ടും ഈ എന്താണ് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന അതിലൂടെ കടന്ന് അറേബ്യൻ കടലിലേക്ക് പോവുകയാണ്, അറബിക്കടലിലേക്ക് വരികയാണ്. ഇത് വളരെ എക്കണോമിക്കലി വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു കപ്പൽ പാതയാണ്. അവിടെ ഇപ്പോൾ കപ്പൽ ഓടുന്നില്ല, ലിറ്ററലി കപ്പലുകൾ ഓടുന്നില്ല. പ്രധാനപ്പെട്ട ഈ പറയുന്ന എനർജി കമ്പനികൾ, അത് എണ്ണ കമ്പനികൾ, പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളൊന്നും അതിൽ ഓടിക്കുന്നില്ല. പകരം ഇതിൽ കൊണ്ട് അത്യാവശ്യമുള്ളതൊക്കെ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ആഫ്രിക്ക വഴി ചുറ്റിയാണ് അറബിക്കടലിലേക്ക് വരുന്നത്. അതിനർത്ഥം എന്താണ്? ഗ്ലോബൽ എക്കണോമി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അമേരിക്ക വിളിച്ചിട്ട് പോലും ഇത് തടയാൻ നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ അവർ വരാത്തത്. ഓസ്ട്രേലിയ ഞങ്ങൾ വരില്ല എന്ന് പറയുന്നു, സ്പെയിൻ വരില്ല എന്ന് പറയുന്നു, എല്ലാ കൺട്രി ഞങ്ങളതിന് വരുന്നില്ല, ആ പരിപാടിക്ക് ഞങ്ങളില്ല. എന്താ എൻ്റെ കാരണം? അതിന് വന്നു കഴിഞ്ഞാൽ ഇത് കുറേ കൂടി വ്യാപിക്കും, ഇത് വേറെ പല തലത്തിലേക്ക് വ്യാപിക്കുമെന്ന് ഈ രാജ്യങ്ങൾക്ക് മനസ്സിലാവും. ഇവരെല്ലാം അമേരിക്കയുടെ സൈനിക ശക്തികളാണെന്ന് വിചാരിക്കുക. അമേരിക്ക വിളിച്ചിട്ട് ഈ ഓപ്പറേഷൻ, അതായത് ചെങ്കടലിൽ ഹൂത്തികളെ തടയാനുള്ള ഓപ്പറേഷൻ വിളിച്ചിട്ട് ഈ രാജ്യങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇവിടെയാണ് ഇറാൻ്റെ സ്ട്രാറ്റജി വിജയിക്കുന്നത്. ഇറാൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? അത് നേർക്ക് നേരെ പോയിട്ട് ഞങ്ങൾ ഇസ്രായേലിനെ ചുട്ടുകളയും. അതൊന്നും ഇറാനെ കൊണ്ട് കഴിയുന്ന കാര്യമില്ല. അപ്പോൾ ഇസ്രായേലിൽ കൊണ്ട് ബോംബിടുക എന്നുള്ള ഇറാനിന് സാധിക്കും, പക്ഷെ അതിലും വലിയ ബ്ലോ അവർക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ ഇറാൻ്റെ ഒരു ആണവ നിലയിൽ കൊണ്ടുപോയിട്ട് അമേരിക്കയുടെ ഒരു പടക്കപ്പലിൽ നിന്നൊരു മിസൈൽ ഒന്നും എന്താണ്ടാവും? ഇറാനും ഇല്ലാണ്ടാവും. അപ്പോൾ ഇറാൻ്റെ സ്ട്രാറ്റജി എന്താണ്? മറ്റുള്ളവരെ നശിപ്പിക്കുകയോ സ്വയം നശിക്കുകയോ അല്ല, സ്ട്രാറ്റജി വെച്ച് യുദ്ധം ചെയ്യുക എന്നുള്ള. ആ യുദ്ധത്തിൽ ഹൂത്തികളെ വെച്ച് ഈ യുദ്ധം ഇറാൻ ജയിച്ചിരിക്കുന്നു. ഗസയിൽ എന്ത് നടന്നുള്ളതല്ല, ഈ ഇസ്രായേലിനെതിരെയുള്ള
ഈ റെസിസ്റ്റൻസിൽ ഹമാസിനോടൊപ്പം തന്നെ ഇറാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോക്കുകയാണ് എന്ന് പറയുന്നത് നമ്മളല്ല, ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ പറയുന്നതല്ല, ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ പറയുന്നതാണ്. ഇന്ന് അല്പം മുമ്പ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്ന തൊട്ട് മുമ്പാണ് ഇസ്രായേലിലെ മുൻ സൈനിക മേധാവി പറഞ്ഞത് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, നെതന്യാഹുവിനെ കൊണ്ട് യുദ്ധം ജയിക്കാൻ കഴിയില്ല, തോറ്റുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ആദ്യമായിട്ട് അദ്ദേഹമല്ല പറയുന്നത്. ഇതിന് മുമ്പ് അവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആരറ്റ്സിലൊക്കെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തോറ്റു കഴിഞ്ഞു, ഓൾറെഡി തോറ്റു കഴിഞ്ഞു, അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ തോറ്റു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നു. ഇതിലും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇസ്രായേലിലെ പൗരന്മാരുടെ ഭാഗത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ ലബനാൻ്റെ തെക്കേ അതിർത്തിയിൽ 10,000 കുടുംബങ്ങളാണ് അഭയാർത്ഥികളായി മാറിയത്. ഇസ്രായേൽ 10,000 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം മൂലം. ഒന്ന് ആലോചിച്ചു, ഇസ്രായേൽ പോലെ രാജ്യത്ത് ഒരു വികസിത രാഷ്ട്രമാണ്, എല്ലാ അർത്ഥത്തിലും വികസിത രാഷ്ട്രത്തിൽ ഒരു ഭാഗത്തെ 10,000 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവരിപ്പോൾ ഈ സമയത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തന്നെയാണ് ഇവരെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. മറ്റൊന്ന് അവിടുത്തെ എഴുത്തുകാർ, നോവലിസ്റ്റ്, ഒരുപാട് എഴുത്തുകാരും സിനിമാക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് ഇസ്രായേൽ സിനിമകളെ കാണണം, നല്ല സിനിമകളാണ്. അവർ പറയുന്നത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ഇസ്രായേലുകളാണ് എന്നാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് സ്വയം തോന്നിക്കൊണ്ട് നമ്മൾ ഇസ്രായേലാണ്, ഇപ്പം ഞങ്ങൾക്ക് വെറും ജ്യൂസ് ആണ് എന്ന് മാത്രമാണ് തോന്നുന്നത്. അത് ഇസ്രായേൽ എന്ന അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടമായി, അവരെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർക്ക് ആരും ഇല്ല. അത്രമാത്രം ഭരണകൂടം എത്ര ഫ്രസ്ട്രേറ്റഡ് ആണോ അത്രമാത്രം അവിടുത്തെ ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം ഇസ്രായേൽ ഒന്നും ചെയ്തില്ല. ഇസ്രായേൽ ചെയ്തത് ജനസൈഡ് നടത്തി ഗസയിൽ. അവരെന്താണോ, അതായത് ഈ ജൂത വിഭാഗം ചരിത്രത്തിൻ്റെ പല കാലങ്ങളിൽ അവരെന്താണോ നേരിട്ടത്, അവർ ജനസൈഡാണ് നേരിട്ടതെങ്കിൽ അവർ അതേ ക്രൈം മാനവരാശിയോട് ഗസയിൽ ചെയ്തു. പകരം അവരെന്താണ് നേടുന്നത്, അവരുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി, ഇസ്രായേൽ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരൊരു ഒരു പലായനം ചെയ്യുന്നൊരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ല. എന്താണ് ഇസ്രായേലിൻ്റെ ഐഡൻറ്റിറ്റി? ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാഷ്ട്രം, ഏറ്റവും ശക്തിമത്തായ രാഷ്ട്രം, ഏറ്റവും വലിയ വൻ ശക്തികൾ പിന്താങ്ങുന്ന രാഷ്ട്രം, അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതിലേക്ക് തന്നെ പോവുകയാണ്. ഇത് വളരെ നിർണായകമായൊരു യുദ്ധമാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ 75 വർഷം ഇസ്രായേലിൻ്റെ സ്ഥാപനത്തിന് ശേഷം 75 വർഷം കണ്ടിട്ടുള്ള യുദ്ധമല്ല, ഇത് ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കപ്പെടുന്ന യുദ്ധമാണ്. അത് വീണ്ടും നമ്മൾ ആവർത്തിക്കുക. അപ്പോൾ കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാതെയാണ് ഗസയിൽ തന്നെ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയത്. ഇപ്പോൾ ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡറെ കൊല്ലുന്ന ഒരു നടപടിയും ഒരു സ്ട്രാറ്റജിയും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതെങ്ങനെ, ഇതിൻ്റെ ഒരു അനന്തര ഫലങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം.